ഞാൻ ഫാദർ ജോൺസൺ പാഴക്കുന്നേൽ താമരശ്ശേരി രൂപതയിലെ പുഷ്പഗിരി ലിറ്റിൽ ഫ്ലവർ ചർച്ച് വികാരിയാണ്. ഈ ശുശ്രൂഷ നടത്തുവാൻ അധ്വാനിച്ച വിൻസെൻഷ്യൻ വൈദികരെയും ഗായക സംഘത്തിൽപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഡയറക്ടർ അച്ഛനും മറ്റൊരച്ഛനും വരികയും ജനത്തെ ഒരുക്കുകയും ചെയ്തു. കൂടാതെ ഇടവക മുഴുവനും കയറി ഇറങ്ങി ധ്യാനത്തിനായിട്ട് കൊച്ചച്ഛൻ എല്ലാ വീടുകളിലുള്ളവരെയും ക്ഷണിക്കുകയും അതിനെ ഒരുക്കുകയും ചെയ്തു. മാത്രമല്ല, യൂണിറ്റ് പ്രാർത്ഥനകളിലും എല്ലാ ദിവസങ്ങളിലും ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയ ഒരു സമൂഹമാണ് പുഷ്പഗിരി ഇടവകയിലെ ധ്യാനത്തിൽ പങ്കുചേർന്ന ദൈവജനം. ഈ ദിവസങ്ങളിൽ കർത്താവ് ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും കൃപകൾക്കും ഈ ദൈവജനത്തോട് ചേർന്നുകൊണ്ട് ഞാനും നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ശ്ലീഹന്മാരോട് ഈശോ പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ തുടരുവിൻ. പ്രിയമുള്ളവരെ, ശ്ലീഹന്മാര് ഇതാ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും, നമ്മുടെ ചിന്താ രീതിയിൽ മാറ്റമുണ്ടാകും, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റമുണ്ടാകും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം കൈവരും. നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം കൈവരും. അതുകൊണ്ടാണ് വചനം ഇങ്ങനെയാണല്ലോ പറയുന്നത്. പരിശുദ്ധാത്മാവ്, റോമാലേഖനം 8-26 തിരുവചനം ഇങ്ങനെ പറയുന്നു, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കും. വലതുകരം ഉയർത്തി പറഞ്ഞേ, നമ്മുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നോക്കിയേ, പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. ബലഹീനതയിൽ നമ്മളെ ശക്തിപ്പെടുത്തും, പുത്തൻ അഭിഷേകം നൽകും. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നമ്മൾ നിറയപ്പെടും. അവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത്. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയുടെ 1-ാമത്തെ അടയാളമാണ് സന്തോഷമുള്ള ഒരു ജീവിതം. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂല സാഹചര്യം വന്നാലും നമുക്കതിനെ കരുത്തോടെ നേരിടാനായിട്ട് പറ്റും. സന്തോഷമുണ്ടാകും, അല്ലേ? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളിൽ ആനന്ദമുണ്ടാകും, സന്തോഷം, പുഞ്ചിരി ഉണ്ടാകും. പ്രിയമുള്ളവരെ, അതാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ. നോക്കി, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22. ഇതെല്ലാവരും പഠിക്കണം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളിലുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മൾ പഠിക്കും. തുടർന്ന് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കും. അതിനുശേഷം പരിശുദ്ധാത്മാഭിഷേകം ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ഈ ആരാധനയിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മ സംയമനം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ഉണ്ടല്ലോ, അത്ഭുതത്തോടെയാണ് പലരും എന്നെ നോക്കണത്. ഇത് ബൈബിളിലുള്ളൊരു സംഗതിയാണ്. മനസ്സിലൊന്ന് കുറിച്ച് വെച്ച്, ഗലാത്യ ലേഖനം 5:22. ഗലാത്യ 5:22. നമ്മളിതൊന്ന് പഠിക്കും, എല്ലാവരും പഠിക്കും. വലതുകരൊന്ന് ഉയർത്തി പിടിച്ച്, എല്ലാവരും ഉയർത്തി പിടിച്ച്. ക്ഷീണമുള്ള എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. ക്ഷീണം പോകാൻ വേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പഠിക്കും. 1 പിടിച്ചോ, കൈ ഉയർത്തി പിടിച്ചോ, പെരുവിരലില്. സ്നേഹം, പറഞ്ഞേ. ആനന്ദം, സമാധാനം, പറഞ്ഞേ. സ്നേഹം, ആനന്ദം. ഒന്നും കൂടെ പറഞ്ഞേ. സ്നേഹം, ആനന്ദം, ക്ഷമ, ദയ, നന്മ. സ്നേഹം, ആനന്ദം, സമാധാനം, വിശ്വസ്തത, സൗമ്യത,
ആത്മസംയമനം. ഇപ്പൊ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. സ്നേഹം, കൂടെയുള്ളവരെ സ്നേഹിക്കാൻ, കൂടെയുള്ളവരെ മനസ്സിലാക്കുവാൻ, അല്ലേ? ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ശോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, എന്നാലും അവരെന്നെ വിചാരിച്ചിട്ടുണ്ടാകും, സങ്കടമായി പോയിട്ടുണ്ടാവുകയല്ലേ എന്ന് നമുക്കൊരു വീണ്ടും വിചാരം വരാറുണ്ട്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ്. എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടെന്നേ. ഈ പരിശുദ്ധാത്മാവുള്ളപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് പ്രത്യാശ വലിയൊരു കൃപ. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹവും ആനന്ദവും നിറയുമ്പോൾ ജീവിതത്തിൽ പ്രത്യാശയോടെ മുന്നേറുവാൻ. എസെക്കിയേൽ പ്രവചനം 37 അധ്യായം 1 മുതലുള്ള തിരുവചനം. ഇവിടെ നോക്കി, എസെക്കിയേൽ 37 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദർശനം ദൈവം പ്രവാചകന് നൽകുകയാണ്. എസെക്കിയേൽ പ്രവാചകൻ ഇതാ ദൈവം കാണിച്ചു കൊടുക്കുന്ന ഒരു ദർശനം ഇതാണ്. അസ്ഥികളുടെ താഴ്വര. അസ്ഥികളുടെ താഴ്വരയാ, ഒന്നുമില്ല, മുഴുവൻ അസ്ഥികളാണ്. എന്നിട്ട് പ്രവാചകനോട് പറയുന്നു, ഈ അസ്ഥികൾക്ക് ജീവൻ ഉണ്ടാകുമോ? ഇതാ പ്രവാചകൻ കാണുന്നു, ഈ അസ്ഥികൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക. ഈ അസ്ഥികൾ ഇങ്ങനെ ഒരു മനുഷ്യരൂപം പ്രാപിക്കുന്നു. ശരീരം കവർ ചെയ്യപ്പെടുന്നു, പൊതിയപ്പെടുന്നു. ഇതാ ജീവശ്വാസം അതിലേക്ക് ഊതപ്പെടുന്നു. 4 ദിക്കുകളിൽ നിന്ന് ജീവശ്വാസം അതിലേക്ക് നിറയപ്പെടുമ്പോൾ പ്രവാചകന് ലഭിക്കുന്ന ദർശനം ഇതാണ്. അസ്ഥികളുടെ താഴ്വരയിൽ കിടന്നിരുന്ന ഈ അസ്ഥികളെല്ലാം ഒരു മഹാസൈന്യം പോലെ, ശക്തിയുള്ള ഒരു മഹാസൈന്യം പോലെ എഴുന്നേറ്റ് നിൽക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് പ്രവാചകനോട് തമ്പുരാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ദേ ഈ അസ്ഥികൾ, ഇത് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ ജീവിതമാണ്. പ്രത്യാശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതമാണ്. ഈ ജീവിതത്തിലേക്ക് ഇതാ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പ്രിയമുള്ളവരെ, ഈ ദിനങ്ങളിൽ ഭവന സന്ദർശന വേളയിൽ കുമ്പസാരമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് അനവധി ആളുകൾ ഞങ്ങളുടെ ഇടങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദർശിക്കുവാനായിട്ട് സാധിച്ചത് ചില സങ്കടങ്ങൾ, ചില പ്രയാസങ്ങൾ, ചില പ്രതികൂല സാഹചര്യങ്ങൾ. ദൈവമേ, ഇനി എന്തു ചെയ്യണം? പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ആകുലതകളിൽ നിൽക്കുമ്പോൾ, ഞാൻ ചെയ്ത പല കാര്യങ്ങളും പരാജയപ്പെട്ട് ഇനി മുന്നോട്ട് ജീവിതത്തിൽ ഒരു വഴിയില്ല എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുത്തേ. ഭയത്തോടെ, ആകുലതയോടെ, വിറയലോടെ, ഈശോയെ കൊന്ന യഹൂദര് തങ്ങളെയും കൊല്ലുമെന്നുള്ള പേടിയോടെ കതകടച്ചിരുന്ന സ്ലീഹന്മാരുടെ ഇടയിലേക്ക് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ കാണുന്നു. പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ പറന്നിറങ്ങിയപ്പോൾ, കടന്നു വന്നപ്പോൾ പ്രിയമുള്ളവരെ, ആരെ ഭയപ്പെട്ടിരുന്നുവോ, ആരുടെ മുൻപിൽ പേടിച്ചുപോയോ, അവരുടെ മുൻപിലേക്ക് ധൈര്യത്തോടെ, ശക്തിയോടെ എന്ത് കാര്യം പറയാൻ പേടിച്ചിരുന്നോ അതേ കാര്യം, ഈശോയുടെ മരണത്തെ, ഉത്ഥാനത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ധൈര്യത്തിലേക്ക്, പുതുജീവിതത്തിലേക്ക് ഇതാ പരിശുദ്ധാത്മാവ് അവരെ നയിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുവാൻ നമ്മളെ സഹായിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വലത് കരമുയർത്തി സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. പ്രിയമുള്ളവരെ, ഇതച്ഛൻ വെറുതെ പറഞ്ഞതല്ല. ഇതാ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിന്റെ 26, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഈ ഒരാഴ്ചക്കാലം തമ്പുരാന്റെ സന്നിധിയിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മൾ. പ്രിയമുള്ളവരെ, മലബാറിന്റെ വിശ്വാസമുള്ള ചൈതന്യം പാരമ്പര്യമൂറുന്ന ഈ മണ്ണിൽ പൂർവികർ നമുക്ക് കാണിച്ചു തന്ന വിശ്വാസത്തിന്റെ നിറവിൽ പ്രതിസന്ധികൾ ഈ ഒരാഴ്ചക്കാലം നിങ്ങൾ നോക്കിക്കേ. പ്രതികൂല സാഹചര്യം, കാലാവസ്ഥ പ്രതികൂലമായിട്ടും ശുശ്രൂഷകൾക്കായി ഇതാ ക്രമീകരിക്കപ്പെട്ട സമയങ്ങളിൽ ദൈവജനം കടന്നു വന്നു.
പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയായിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവിത സഹായകൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുവാനായി പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നമ്മളെ ധൈര്യപ്പെടുത്തും. നമ്മളെടുത്ത തീരുമാനങ്ങളിൽ നിലനിൽക്കുവാൻ, ജീവിതത്തെ പുതിയ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ. ഇതാ ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ പക്കലേക്ക് അയക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഇതാ ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ നമ്മളെ സഹായിക്കുവാൻ ദൈവം നൽകുന്ന ഈ സഹായകന്റെ കരം പിടിച്ച് നമുക്ക് നടക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും, ധൈര്യപ്പെടുത്തും. പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ ഇരുകരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച്, ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച്, കണ്ണുകളെ ശാന്തമായിട്ടൊന്ന് അടച്ച്, ദൈവമേ, വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് ഈ തിരുമണിക്കൂറിൽ ഞങ്ങളെ നയിക്കണമേ. ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മളെ നയിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ സഹായകനെ ഞങ്ങളുടെ അടുത്തേക്ക് വരണമേ. ഇതാ ഈ തിരുവൽത്താരയിലേക്ക് ദിവ്യകാരുണ്യ ഈശോയെ നമ്മൾ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് ഈശോ ഇതാ ദിവ്യകാരുണ്യ ആരാധനയിൽ എഴുന്നള്ളി വന്ന് നമ്മളെ നയിക്കുവാനായിട്ട് പോകുന്ന സമയം എല്ലാവരും ഹൃദയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവെ എന്നെ ശക്തിപ്പെടുത്തണമേ. നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധനയോ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധന, ആരാധന യേശുവേ, ആരാധന. ചേർന്ന് പാടിക്കേ, ആരാധന, ആരാധന യേശുവേ, ആരാധന. ഒരിക്കൽ കൂടി ചേർന്ന്, ആരാധന, ആരാധന യേശുവേ, ആരാധന. ആരാധന, ആരാധന യേശുവേ, ആരാധന. എല്ലാവരും കരങ്ങൾ കൂപ്പി തിരുവൽത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ നോക്കിക്കേ. ഈശോയെ, അങ്ങേ സന്നിധിയിൽ അല്പനേരം ഞങ്ങളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവക കൂട്ടായ്മയിൽ എല്ലാവരും ഒരുമയോടെ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം ഈശോയെ, ഈ ഒരാഴ്ചക്കാലം ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയ കൃപാവരങ്ങളുടെ നിറവിൽ ജീവിക്കുവാൻ ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ഈ ആരാധന മണിക്കൂറിൽ ദൈവമേ, ഏകാഗ്രതയോടെ നിന്നെ ആരാധിക്കുവാൻ, ഒരുമയോടെ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഇതാ എല്ലാവരും കരങ്ങൾ കൂപ്പി അൾത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ നോക്കിക്കൊണ്ട്, ഈശോയെ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയോടെ ഈരടികളോട് ചേർന്ന് പാടി ഈശോയെ നമുക്ക് ആരാധിക്കാം. സന്നിധിയൽപനേരം ജീവിപ്പതോ മകഭാഗ്യമേ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതിക്കാളെത്ര മോഹം.
കരങ്ങളും ഈശോയിലേക്ക് നീട്ടി പിടിച്ചു പാടാം. തമ്പുരാനെ ജീവിപ്പതോ മഹാഭാഗ്യമേ, അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതിക്കാളെത്ര മോഹനം. കരങ്ങൾ വീശി ആരാധന, ആരാധന, എല്ലാവരും ആരാധന, യേശുവേ ആരാധന. പാടിക്കേ. ആരാധന, ആരാധന, യേശുവേ ആരാധന. ഒരിക്കൽ കൂടി പിതാവിനെ ആരാധിച്ച് താതനെ ആരാധന. ആരാധന, പിതാവേ ആരാധന. ദൈവപിതാവിനെ ആരാധിച്ച് ആരാധന, ആരാധന, പിതാവേ ആരാധന. ആത്മനെ ആരാധന. ആരാധന, ആരാധന, ആത്മനെ ആരാധന. ഒരിക്കൽ കൂടി ആരാധന, ആരാധന, ആത്മനെ ആരാധന. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുന്നവനാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള സഹായകനാണ്, നമ്മുടെ ഉള്ളിലുണ്ട്. ഓരോ വേളയിലും മക്കളെ നല്ലത് ചെയ്യണം, തിന്മ ചെയ്യരുത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദൈവത്തിന്റെ സ്വരമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ഒരാഴ്ചക്കാലം ദൈവം നമുക്ക് കാണിച്ചു തന്ന പ്രത്യാശയുടെ പാതയിൽ നമുക്ക് നടക്കുവാനായിട്ട് സാധിക്കും. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ശക്തിയോടെ കൈയടിച്ച് നന്ദി പറഞ്ഞേ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ലൂക്കാ സുവിശേഷം 12:12 എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. എന്തു പറയണം, യോഹന്നാൻ 14:26 നീ എന്തു പറയണമെന്ന് പരിശുദ്ധാത്മാവ് നിന്റെ നാവിൽ നിക്ഷേപിച്ചു തരും. ഗലാത്യ 5:22-23 ഫലങ്ങളാൽ നിറയപ്പെടുമ്പോൾ കൂടെയുള്ളവരെ സ്നേഹിക്കുവാൻ, കൂടെയുള്ളവരെ മനസ്സിലാക്കുവാൻ, കൂടെയുള്ളവരെ അല്പം ഒരു ആർദ്രതയോടെ, കരുണയോടെ, ദയയോടെ നോക്കിക്കാണുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഈശോ പറഞ്ഞു, സ്ലീഹന്മാരോട് പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരം വിട്ടു പോകരുത്. ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദിവികാരുണ്യ ഈശോയെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചേ. ഈശോയെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണേ. ഈശോയെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ എന്നെ നീ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പ്രതികൂല സാഹചര്യങ്ങളെയും പരിശുദ്ധാത്മാവേ നീ എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവ് ഇടപെടേണ്ട ചില മേഖലകൾ, ചില കുടുംബങ്ങളിൽ കടന്നു ചെന്നപ്പോൾ പറഞ്ഞാ വലിയ ദുശീലങ്ങളുടെ അടിമത്തമുണ്ട്. മദ്യപാനത്തിന്റെ, ലഹരി വസ്തുക്കളുടെ, തിന്മയുടെ ചില ബന്ധനങ്ങള്, തെറ്റായ ബന്ധങ്ങള്, മക്കള് തെറ്റിന്റെ വഴിയെ നടക്കുന്നു. കാലഘട്ടത്തിന്റെ ചില തിന്മകൾ, സോഷ്യൽ മീഡിയയുടെ തെറ്റായ ഉപയോഗങ്ങള്. നോക്കിയേ, ഈശോയെ നോക്കിക്കേ. ഈശോ നിന്റെ ജീവിതത്തിൽ ഏതു മേഖലയിൽ മാറ്റം വരുത്തണമെന്നാണോ ഈ ദിവികാരുണ്യ ഈശോ ഈ തിരുവൾത്താരിൽ നിന്ന് നിന്നോട് പറയുന്നത്, അത് കേട്ടെ. ഈ നിമിഷം മറ്റാരെയും നോക്കല്ലോ കേട്ടോ, മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധിക്കരുത്, ഈശോയെ മാത്രം നോക്കുക. ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് ഒരു അന്ധയാചകൻ, എല്ലാവരും അവനോട് നിശബ്ദനാകാൻ പറഞ്ഞപ്പോഴും അവൻ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. നീ പ്രാർത്ഥിച്ചോ? ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും. പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജീവിതത്തിന് ഇന്ന മേഖലയിൽ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകട്ടെ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്ലീഹന്മാര് പ്രാർത്ഥിച്ചതുപോലെ ഈ തിരുമണിക്കൂറിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ.
പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ പുതിയൊരു ജനനം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ഈശോയെ, ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കും. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകും. ഞാൻ പിതാവിന്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും. പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ജ്ഞാനം പകരണമേ. അറിവ് നൽകണമേ. വിവേകം നൽകണമേ. വിശുദ്ധി നൽകണമേ. പുതിയൊരു ജനനം നൽകണമേ. പുത്തൻ അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ അനുദിന ജീവിതത്തെ ശക്തിപ്പെടുത്തണമേ. വഴി നടത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം എല്ലാവരും സ്തുതിക്കട്ടെ. എൻ്റെ പേര് സിജോ, വീട്ടുപേര് പാറമ്പുഴയിൽ. ഞാനിവിടെ പുഷ്പഗിരി ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഇടവകക്കാരനാണ്. ഈ ഇടവകയുടെ നടത്തിപ്പ് കൈക്കാരൻ കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ധ്യാനത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു രസകരമായ ഒരു ദൈവാനുഭവം നിറഞ്ഞ ഒരു ധ്യാനമായിരുന്നു ഈ പോപ്പുലർ മിഷൻ ധ്യാനം. ഇത് ഒരു 8 വർഷം മുമ്പ് ഞങ്ങൾക്ക് വന്നതാണ്. എന്നാൽ അതിലും ഒരു പടി കൂടെ മുമ്പോട്ട് ഒരു ദൈവിക അനുഭവം സമ്മാനിച്ച ഒരു ധ്യാനമായിരുന്നു. എന്തായാലും ഈ തുടർച്ചയായുള്ള 6 ദിവസത്തെ ഈ ധ്യാനം ഞങ്ങൾക്ക് വളരെ ദൈവാനുഗ്രഹം നൽകി. വളരെ സന്തോഷമുണ്ട്. ഈ ധ്യാനം കണ്ടക്ട് ചെയ്ത ഞങ്ങളുടെ വികാരി അച്ഛനും അതുപോലെ തന്നെ ഈ ധ്യാനം നടത്തിയ വൈദികർക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ ജ്യോതി മരിയ CMC. ഞാൻ ഇവിടുത്തെ ലിറ്റിൽ ഫ്ലവർ പുഷ്പഗിരി കോൺവെൻറ്റിലെ സുപ്പീരിയറാണ്. ഇടവക ശുശ്രൂഷയിൽ വളരെ സജീവമായി പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട വികാരിച്ചനോട് ചേർന്ന് പങ്കെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇടവകയിൽ മതബോധന പ്രവർത്തനത്തിൽ ആത്മീയമായി സഹകരിക്കുന്നു. ഒപ്പം മാതൃസംഘത്തിൻ്റെ ചാർജുണ്ട്. അൾത്താര സംഘത്തെ പിള്ളേരുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഭവന സന്ദർശനം, കുടുംബ കൂട്ടായ്മയിലെല്ലാം സജീവമായി പങ്കെടുക്കുവാൻ ഇടവകയിലെ വൈദികനോടൊപ്പം ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഈ 5 ദിവസത്തെ പോപ്പുലർ മിഷൻ ധ്യാനത്തെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്, ഒരു വളരെ ദൈവാനുഭവം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. ഇതിൻ്റെ പിന്നിൽ ഈ ഇടവക സമൂഹം ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായി ഈ 5 ദിവസങ്ങളിൽ ഇവിടെ ധ്യാനം നയിച്ച ബഹുമാനപ്പെട്ട അച്ഛന്മാർ. ഇതിൽ നിന്നും എനിക്ക് എടുത്തു പറയേണ്ടത് ഇടവക ജനത്തിൻ്റെ കുമ്പസാരമായിരുന്നു. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. കൊച്ചു വെച്ചടക്കം എല്ലാ കുടുംബാംഗങ്ങളും ഇവിടെ വന്ന് കുമ്പസാരിച്ചു. അതോടൊപ്പം തന്നെ ഒരു വലിയ കൂട്ടായ്മ, ഒത്തിരിയേറെ മലകളിൽ നിന്നൊക്കെ കടന്നു വരേണ്ട
അമ്മമാരുണ്ടായിരുന്നു. ഒത്തിരി ദൂരെ വണ്ടി പോലും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ നിന്ന് പോലും നേരം വെളുപ്പിനും രാത്രിയിലും എല്ലാം എത്തി അവരുടെ ശുശ്രൂഷയിലേക്കുള്ള വളരെ സജീവത കണ്ടപ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ 5 ദിവസങ്ങളിൽ ഇവിടെ ശുശ്രൂഷ നടത്തിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ പ്രത്യേകം ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം നന്ദിയും പറയുന്നു. താങ്ക് യു.